മലയാളിയുടെ അടുക്കള ചരിത്രത്തിൽ ഇന്ന് വരെ തയ്യാറാക്കാത്ത ഒരു കിടിലൻ വിഭവമാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. കറ്റാർവാഴയുടെ പൾപ്പ് കൊണ്ടൊരു സോസ് മസാല കറി. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ 3 കറ്റാർവാഴയുടെ തണ്ടെടുത്ത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 സ്പൂൺ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മിക്സായി കഴിയുമ്പോൾ ഇതിനി ഒരു 1.5 മണിക്കൂർ സമയം നമുക്കിതൊന്ന് മാറ്റി വെക്കുക. ആ ഒരു പുളിയും ഉപ്പും എല്ലാം അത് നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് 1.5 മണിക്കൂർ മാറ്റി വെക്കുന്നത്. അതുപോലെ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. 1.5 മണിക്കൂറിന് ശേഷം ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞ സവോള ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഈ ഒരു സവോള ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനിയും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 സ്പൂൺ, അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 സ്പൂൺ, പിന്നെ പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് 1 സ്പൂൺ, ഇവ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇതൊരു ചെറിയ നേരിയ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി നല്ല ഒരു മണം നമുക്കിതിന് കിട്ടുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു മസാലയെല്ലാം ഒരു നേരിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അതൊന്ന് മിക്സ് ആയി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂൺ, ഇവ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടിയുടെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു മസാലയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ചതച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പൊടിയായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ചതച്ച കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അതൊന്ന് യോജിപ്പിച്ച് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1/4 പാല് നല്ലപോലെ കുറുകിയ ആ ഒരു തേങ്ങാപ്പാലും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആകുന്നത് വരെ നമുക്കിത് നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, അത് നേരിയ രീതിയിൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അല്പം കൂടെ ഒന്ന് കുറുകുന്നത് വരെ നമുക്കിത് വീണ്ടും നിർത്താതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വിനാഗിരിയും മസാലയും എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ച് ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു കാരണവശാലും ഈ ഒരു കറിക്കകത്ത് ഗരം മസാലയുടെ സ്വാദ് കൂടുതൽ മുന്നിട്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു 1/4 സ്പൂൺ ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട മെയിൻ സാധനം എന്ന് പറയുന്നത് കറ്റാർവാഴയുടെ പൾപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കറ്റാർവാഴയുടെ പൾപ്പും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മസാലയ്ക്കകത്ത് കിടന്ന് ആ ഒരു കറ്റാർവാഴ ഒന്ന് വെന്ത് അതെല്ലാം അതിൻ്റെ പുറത്തെല്ലാം ഒരു മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്കിത് നിർത്താതെ തന്നെ കുറച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അല്പം കൂടുതൽ ഒന്ന് കുറുകി വന്നതുകൊണ്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ പല പ്രാവശ്യം വീട്ടിൽ തയ്യാറാക്കി നോക്കി. വളരെ സ്വാദ് ഉള്ള ഒരു കറി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തി. അപ്പോൾ കസൂരി മേത്തി നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. കാരണം അധികം ചേർത്ത് കൊടുത്താൽ ഇത് ചിലപ്പോൾ ഒരു കറിക്ക് ഒരു കയ്പിൻ്റെ ഒരു അംശം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു മസാലയുടെ കണക്കനുസരിച്ച് വേണം ഇതിനകത്തേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കേണ്ടത്. കസൂരി മേത്തിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസ് ഒരു 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്.
അതിനുശേഷം ഇതിനകത്തേക്ക് ഇനിയും ചില്ലി സോസ് 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി ഒരു മസാലയും സോസും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കാരണവശാലും സോയാ സോസ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ചില്ലി സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഇവ രണ്ടും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അതെല്ലാം നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കുക. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക.